ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു വീക്കെൻഡാണ്, പക്ഷെ മക്കൾക്ക് സ്കൂളുള്ളൊരു ദിവസമാണ്. അവർക്ക് എക്സാം നടക്കുന്ന കാരണം കൊണ്ട് ഇപ്പോൾ ശനിയാഴ്ചകളും ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനേ കുറേ ദിവസമായി വിചാരിക്കണം അമ്പലത്തിലേക്കൊന്ന് പോകണമെന്ന്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റാറില്ല. പല പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മുടങ്ങി പോകുന്നതാണ് കേട്ടോ. അങ്ങനെ കുട്ടിക്ക് പനി വന്നു, പിന്നെ ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെ മുടങ്ങി പോയതാണ്. ഇപ്പം എന്താണെങ്കിലും ഈ വീക്കെൻഡ് എന്താണെങ്കിലും ശരത്തേനെയും കൊണ്ട് അമ്പലത്തിൽ പോകണമെന്ന് ഞാൻ മുന്നേ വിചാരിച്ചതാണ്. ഒഴിവുള്ള ദിവസമാണല്ലോ നമുക്കിതൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ അവരെ സ്കൂളിൽ വിട്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ശനീശ്വരൻ്റെ അമ്പലമുണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ വേറെ അമ്പലങ്ങളിൽ ഒന്നും കൂടി പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയത്തിൻ്റെ തണുപ്പാണ് കേട്ടോ. രാവിലെ കുളിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ ഈ ഇൻട്രോ എടുക്കാൻ വേണ്ടി കുളിച്ചതേ പുറത്ത് വന്ന് നിന്നപ്പോഴാണ് തണുത്ത കാറ്റടിക്കുമ്പോഴേ നമുക്ക് ഒന്നും കൂടിയും തണുപ്പ് ഫീൽ ചെയ്യുന്നു. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ഇവിടെ താമസിക്കുന്നവർക്ക് മനസ്സിലാവും. ഇതൊന്നും ഈ ഏരിയയിൽ കുറച്ചുകൂടി തണുപ്പ് കൂടുതലാണെന്ന് കേട്ടോ. എന്ന് വെച്ചാൽ ആൻറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരുടെ അവിടെ പോയപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല, ഇവിടെ നമ്മുടെ അവിടെ ഇത്രയും തണുപ്പെന്ന്. അപ്പോൾ എന്നാണെങ്കിലും തണുപ്പും ഒരു വീക്കെൻഡും ഒക്കെയാണ്. ഇപ്പോൾ നമുക്ക് അമ്പലത്തിൽ നിന്ന് നമ്മുടെ ഒരു ശുഭദിനം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളും പോരെ. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് തന്നെ പറയാനായിട്ട് അറിഞ്ഞുകൂടാ. എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ, ഒരു നെഗറ്റിവിറ്റി എന്നെ ഇങ്ങനെ പിന്തുടരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈവൻ എനിക്ക് വിളക്ക് വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോലും ചില സമയത്ത് തോന്നാറില്ല. എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അപ്പോൾ അത് പോലും എനിക്ക് ചെയ്യാനായിട്ട് തോന്നുന്നില്ലാത്തൊരവസ്ഥ. എനിക്ക് ഉറക്കമില്ല, പിന്നെ എനിക്ക് ആരോടും സംസാരിക്കേണ്ട, പിന്നെ എന്തൊക്കെയോ ടയേർഡാണ്, അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ. എനിക്ക് അവിടെ നിന്നൊക്കെ ചെറുതായിട്ട് പണി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ വിളക്ക് വെക്കണമെന്ന് വിചാരിച്ചാൽ പോലും അന്നത്തെ ദിവസം വിളക്ക് വെക്കലും മുടങ്ങും. ഇങ്ങനെ പോലും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയും കൂടി ആയപ്പോഴാണ് ഞാനിതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചത്. ഞാൻ അമ്പലത്തിലേക്ക് നിർബന്ധപൂർവ്വമാണ് ശരത്തേനെയും വിളിച്ചിട്ട് പോയത് കേട്ടോ. എല്ലാം മുടങ്ങി കിടക്കുകയായിരുന്നു. പിന്നെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, നമ്മൾ എത്ര ആക്റ്റീവായിട്ട് ഇരുന്നാലും ചില സമയത്ത് നമ്മൾ ഡൗൺ ആയി പോകില്ല. അതിന് പ്രത്യേകിച്ച് റീസണൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ അത് ഓവർകം ചെയ്യാനോ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ താളമൊക്കെ അങ്ങ് തെറ്റിപ്പോകും അല്ലേ. നമ്മുടെ ലൈഫല്ലേ, നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പം അത് കാരണം കൊണ്ട് ഒരു ഗർജിക്കുന്ന സിംഹത്തെ പോലെ തലയൊക്കെ ഉയർത്തിപ്പിടിച്ച് സടകുടഞ്ഞ് അങ്ങ് എണീക്കണം. എത്ര തളർന്നു കിടന്നാലും നമ്മൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പം അത് എനിക്ക് നല്ല ശീലമായ കാരണം കൊണ്ട് ഞാൻ പതുക്കെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇത്. പിന്നെ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ മിക്ക സ്ത്രീകൾക്കും തോന്നുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ഉണ്ടായിട്ടും എനിക്കൊരു അനാഥത്വം ഫീൽ ചെയ്യുന്നല്ലോ എന്നുള്ളത് കേട്ടോ. പക്ഷെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് ആരും ഇല്ലെങ്കിലും ഉണ്ടല്ലോ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്ന്. മനുഷ്യരെക്കാൾ എത്രയോ ഭേദമാണ് ദൈവത്തിനെ വിശ്വസിക്കുക എന്നുള്ളത് കേട്ടോ. തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ തേങ്ങ കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ് കേട്ടോ. ഏറ്റവും കുഞ്ഞി പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതിന് 3 90 രൂപ, പിന്നെ 4 100 രൂപയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മുഴുത്ത തേങ്ങ ഒരു അത്യാവശ്യം വലിപ്പമുള്ളത് ഒരെണ്ണം കിട്ടണമെങ്കിൽ ഒരെണ്ണത്തിന് 60 രൂപയായിരുന്നു വില കേട്ടോ. ഇവിടെ നാട്ടിലെ പോലെ കിലോയ്ക്കൊന്നല്ല വില വരുന്നത്, ഒരെണ്ണത്തിനാണ് ഈ 60 50 ഒക്കെ രൂപ വരുന്നത് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് 1 2 സാധനങ്ങൾ വാങ്ങിച്ച് വേറൊരു പച്ചക്കറി കടയിലേക്ക് വന്നതാണ് കേട്ടോ. ഞാൻ എവിടെയാണോ നല്ല പച്ചക്കറി കണ്ടത്, അതിപ്പോൾ കുറേ കട കയറി ഇറങ്ങിയിട്ടാണെങ്കിലും ഞാൻ നല്ലതുണ്ടെങ്കിൽ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കാൻ ശരത്തേന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാരണം കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചെത്തി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി അമ്പലത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടോ. ഇവിടുത്തെ ഈ അമ്പലത്തിൽ നിന്നുണ്ടല്ലോ പ്രസാദമായിട്ട് കിട്ടും. അപ്പോൾ ചിലപ്പോൾ ടൊമാറ്റോ റൈസ് ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും മിക്സഡ് വെജിറ്റബിൾ റൈസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ പ്രസാദമായിട്ട്. അത് നമുക്ക് എത്ര വേണമെങ്കിൽ അവർ തരും, ഓരോരുത്തർക്കും തരും. അല്ലാണ്ട് ഇച്ചിരി ഒരു ചെറിയ പാത്രത്തിൽ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടംപോലെ തരും. അല്ല നമുക്ക് കുറച്ച് മതി എന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർ തരും. അപ്പം ഞങ്ങൾ ഇന്നത്തെ എന്താണെങ്കിലും ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾ കോൺഫ്ലെക്സ് അങ്ങനത്തെ പാല് ഇങ്ങനത്തെ കഴിച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടോ. കുറച്ച് ലേറ്റായി പോയി ഞാൻ എന്നാൽ എനിക്ക്. പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. സ്നാക്സ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് ഞാനും ശരത്തേണ്ണും ഇന്ന് അതാണ്. ഇത് കണ്ടോ, ഇത് നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ള പൊതിയാണ്. ഇത് എനിക്ക് തോന്നുന്നു ടൊമാറ്റോ റൈസ് ആണ് കേട്ടോ. മിൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ടൊമാറ്റോ റൈസ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്.
അതുപോലെ വേറൊരു സാധനം കൂടി ഇന്ന് കിട്ടിയിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന്. ഇതെന്താണെന്നറിയോ? ഇത് ബദാമും മുന്തിരിയില്ലേ, മുന്തിരിയും വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ളത് കേട്ടോ. അവര് തന്നതാ. രസമുണ്ട്. ബദാമൊക്കെ നല്ല ഗുണ്ടപ്പൻ. ഇത് രണ്ടും ഇതിന്റെ കൂടെ കിട്ടിയത്. ഇത് എനിക്ക് തോന്നുന്നു ഹനുമാൻ സ്വാമിക്ക് മറ്റവരും പ്രസാദമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുക്കും കേട്ടോ, ഒരാൾക്കല്ല എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഇതാണ് ഇന്ന് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പോകുന്നത്. ഈ ഒരു കോഫി ഉണ്ടാക്കണം, ഭയങ്കര തണുപ്പാണ്. അപ്പൊ അത് അതുകൊണ്ട് ചെറുതോളം വേണം ഒരു കോഫി ഉണ്ടാക്കിയിട്ട് നമുക്കത് കഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് വെജിറ്റബിൾസ് കുറച്ച് മാത്രം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പൂവ് കണ്ടപ്പം ഞാൻ പൂജാ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പൂവ് നല്ല ഭംഗി, കാണാൻ നല്ല ഭംഗി. നമ്മുടെ വീട്ടിലൊന്നും വളർത്തിയാൽ ഇത്രയും സൈസൊന്നും കണ്ടോ, ഇത്രയും സൈസിലൊന്നും ഈ പൂവ് വരാറില്ല. ഇത് വേറെ ഏതോ പൂവാണ് കേട്ടോ. നല്ല മണം. ശരിക്കും പൂക്കളെ മണക്കരുതെന്നാണ് പറയുന്നത്, പുറമെന്ന് വരുന്ന പൂക്കളെ. ഒരു സ്പ്രേയും ഈ പെസ്റ്റിസൈഡ്സും ഇതൊക്കെ അടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട്. എന്നാലും പൂ കാണുമ്പോൾ ഒരു ഇഷ്ടമാണ്. കണ്ട റോസപ്പൂവ്. ഇത് രണ്ട്, ഇത് 20 രൂപ കണ്ട. ഇത്ര പോകുന്ന ഒരു കിറ്റ് 20 രൂപ കേട്ടോ. അതും ജാസ്തിയാണ്. 20 രൂപയ്ക്ക് ഇതിനും കൂടുതലും കിട്ടും, പക്ഷെ കിട്ടിയത് വാങ്ങിച്ചു. പിന്നെന്താ, കോണ് വാങ്ങിച്ചിട്ടുണ്ട് 2-3. പിന്നെ നല്ല മുരിങ്ങക്കായ കണ്ടു, നല്ല നാടൻ മുരിങ്ങക്കായ പോലെ എനിക്ക് തോന്നി. അപ്പം മുരിങ്ങക്കായ മേടിച്ചിട്ടുണ്ട്. ഒരു സാമ്പാർ വെക്കണം. ഒരു സാമ്പാർ കണക്കാക്കിയിട്ട് മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ശരത്തിന് ഇയാളതിന് മത്തങ്ങ വെച്ചിട്ടില്ലല്ലോ. വെണ്ടക്കായ പിന്നെ കണ്ടോ മത്തങ്ങ, നല്ല ഭംഗിയുള്ള മത്തങ്ങ അല്ലേ. മത്തങ്ങ വാങ്ങിച്ചു. പഴം മാത്രം എനിക്ക് അങ്ങോട്ട് ചൂവായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് തോന്നിയില്ല. അപ്പൊ ഞാനേ കുറച്ച് സ്ട്രോബെറിയും ബ്ലൂബെറി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് എപ്പോഴും നമുക്ക് ഒത്തിരി ഒന്നും ക്വാണ്ടിറ്റി സ്ട്രോബെറി ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മള് ഒരു സൈഡായിട്ട് നമ്മൾ കുറച്ച് പഴം ആഡ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ റോബസ്റ്റ പഴം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, അതിന്റെ കൂടെ അങ്ങ് ബ്ലെൻഡായി പോവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒന്നും ഒരുപാട് അടിച്ച ടേസ്റ്റ് കാണില്ല കേട്ടോ. അതിലൊരു ചെറിയ പുളിപ്പുണ്ടാവും. പിന്നെ അതിനനുസരിച്ച് നമ്മളിങ്ങനെ മധുരം കോരി ചൊരിയേണ്ടതായിട്ട് വരും. അപ്പൊ അതിനും ഭേദം ഈ റോബസ്റ്റ പഴം ആഡ് ചെയ്യുന്നതാണ്. പിന്നെ നല്ല ഫ്രഷ് വെണ്ടക്കായ കിട്ടി. ഇപ്പോൾ കുറച്ച് വെണ്ടക്കായൊക്കെ മേടിച്ചു, നല്ല ഫ്രഷ് ആയിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ഞാൻ മുളക് ബജി മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് എണ്ണ പലഹാരങ്ങൾ കുറവാണ്, എന്നാലും ഇത് നല്ല ഫ്രഷ് മുളക്. അപ്പൊ അത് കണ്ടപ്പോ വാങ്ങിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല, പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എണ്ണ പലഹാരം ഒഴിവാക്കിയതാണ് കേട്ടോ. പിന്നെ ക്യാരറ്റ്, പൊട്ടറ്റോ, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ, സവാള, തക്കാളി, അങ്ങനത്തെ കുറച്ച് ഒരു വീക്കിലേക്കല്ലേ ഇത്. എനിക്കിപ്പോ ഒരു 10 ദിവസത്തേക്ക് ഉണ്ടായിരിക്കും. ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് കണക്കാക്കിയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഫ്രിഡ്ജ് തുറന്ന് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. ഫ്രിഡ്ജ് ക്ലീനിങ്ങിന്റെ സമയമായിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ചെയ്യാനും പറ്റിയിട്ടില്ല. അത് ചെയ്യണം. എന്നാണെങ്കിലും ഇപ്പൊ പാല് തളിച്ചിട്ടുണ്ട്. നമുക്ക് കോഫി ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ടൊമാറ്റോ റൈസ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് അച്ചാറും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സർലാസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. കാരണം റൈസ് മാത്രമാകുമ്പോൾ ചെറിയൊരു ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ അത് ഉണ്ടാക്കാനുള്ള മടിക്ക് ഞാൻ ഉണ്ടാക്കിയൊന്നുമില്ല. വേഗം ഇത് പോയി കഴിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കാനായിരുന്നു പ്ലാൻ. നല്ല ഇറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കപ്പോൾ. കുറേ മാസങ്ങളായി നമ്മൾ വീട്ടിൽ ഇറച്ചി, അതായത് നമ്മുടെ ബീഫ് കുക്ക് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം, എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളിത് ഇന്ന് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുനിന്ന് നമുക്ക് കിട്ടുന്നതാണ്, ഒരു ചേട്ടൻ തരുന്നതാണ്. കറക്റ്റായിട്ട് അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇവിടെ അങ്ങനെ ആരും ഉപയോഗിക്കില്ല കേട്ടോ. ഇവിടെ അങ്ങനെ പൊതുവെയുള്ള കടകളിലൊന്നും വാങ്ങിക്കാനായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ ഇറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 കിലോ ഉണ്ട് കേട്ടോ. നോർമൽ സാധാരണ രീതിയിൽ വെക്കുന്നുള്ളൂ. കാരണം ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇറച്ചികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കുറേ പലതരത്തിൽ വെക്കുന്നതിനൊക്കെ ടേസ്റ്റ് സാധാരണ നമ്മുടെ നാടൻ രീതിയിൽ
കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ചധികം വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഇട്ട് ഒരുപാട് മസാലകൾ ചേർക്കാണ്ട് നമ്മൾ നോർമലി ഉള്ള സാധനങ്ങൾ മാത്രം ചേർത്ത് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനാണെങ്കിലും കുറേ സവാള നമ്മൾ യൂസ് ചെയ്യില്ല. ഞാൻ രണ്ട് സവാള, അത് ഇത്രയും ഒന്ന് ചെറുതാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഇത്രത്തോളം മാത്രം ഈ കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഇത് നല്ല ഉരുളിയിലൊക്കെ അതൊക്കെ സ്ലോ കുക്കിംഗ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇന്ന് എനിക്ക് അതിനുള്ള സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയതിലേക്ക് ഇതേ നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇച്ചിരി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ചേർക്കുന്ന മസാലകൾ ഞാൻ അടുത്ത് കൊടുത്ത് കാണിച്ചു തരാം. ഞാൻ എപ്പോഴും വലിയ പ്രഷർ കുക്കർ എടുത്തിട്ടാണ് നമ്മുടെ ഇറച്ചി കുക്ക് ചെയ്യാറുള്ളത് കേട്ടോ. ഇതിലൊരു 8-9 വിസിലൊക്കെ എനിക്ക് വേണ്ടി വരാറുണ്ട്. പക്ഷെ ഇന്നത്തെ ഇറച്ചിക്ക് അത്രയും വിസിൽ വേണ്ടി വന്നില്ലായിരുന്നു. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ച് തന്നെ ചേർക്കണം. പേസ്റ്റ് ചേർക്കുന്ന നല്ല ടേസ്റ്റ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ 1 സ്പൂൺ കാശ്മീരി മുളക്, അല്ലെങ്കിൽ കൂടുതൽ ചോന്നിരിക്കും. പിന്നെ മല്ലിപ്പൊടി കുറച്ചധികം ചേർത്തിട്ടുണ്ട്. ഒരു 4-5 സ്പൂണ്, ടേബിൾ സ്പൂൺ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ തികച്ച് വേണ്ട കേട്ടോ. അങ്ങനെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ എരിവുള്ള മുളക് പൊടിയില്ല, അതൊരു 3 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അതിനനുസരിച്ച് അങ്ങ് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടണ്ട കേട്ടോ. ഞാനൊരു 1/4 സ്പൂൺ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരു 1.5 സ്പൂണോളം കുരുമുളക് പൊടി, അത് ഒന്നല്ലെങ്കിൽ ഇപ്പം ചേർക്കാം അല്ലെങ്കിൽ അവസാനം ചേർത്താലും മതി. പിന്നെ ഉലുവ പൗഡർ ഒരു 1/4 സ്പൂണ്. പിന്നെ ഹോൾ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം തുടങ്ങിയ ഹോൾ സ്പൈസസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെന്ന് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. എന്നിട്ട് കൈ വെച്ച് തന്നെ തിരുമ്മി എടുക്കണം. ഈ തിരുമ്മി എടുക്കലിൽ എല്ലാ എരിവും എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ മസാലയിൽ മുങ്ങിക്കുളിക്കണം നമ്മുടെ ഇറച്ചി. സമയമുള്ളവരാണെങ്കിൽ ഒരു 1/4-3 മണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഒരല്പം വെള്ളം മാത്രം ഞാൻ കൈ കഴുകി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. കാരണം ഇറച്ചിയിൽ നിന്ന് സ്വയം വെള്ളം ഇറങ്ങുമല്ലോ, അതുകൊണ്ടാണ് ഒരുപാട് ചേർക്കാത്തത് കേട്ടോ. പിന്നെ എടുത്ത സ്ഥാനങ്ങളൊക്കെ എടുത്തോടെ തന്നെ വെച്ച് കൈയൊക്കെ കഴുകി വന്നിട്ടാണ് പിന്നെ കുക്കർ അടച്ചത് കേട്ടോ. കുക്കർ അടയ്ക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഇതിനകത്ത് വാഷർ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ആ വാഷർ ഞാൻ എപ്പോഴും ഫ്രീസറിനകത്താണ് സൂക്ഷിക്കുന്നത് കേട്ടോ. കഴുകിയതിന് ശേഷം ഫ്രീസറിൽ വെക്കും. അപ്പോൾ അത് ഒരുപാട് ലൂസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാ കുക്കറിൻ്റെയും വാഷർ ഫ്രീസറിനകത്തായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ ഇതിനൊരു വലിവ് വരില്ല, അഴവ് തരില്ല. അതില്ലാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളൊരു 6 മാസമൊക്കെ കൂടുമ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇത് കുക്കറൊക്കെ നന്നാക്കുന്ന ഒരാളെ എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് കേട്ടോ. അങ്ങനെ പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു 6 വിസിലിന് ശേഷം തുറന്നു നോക്കണമെന്ന് വിചാരിക്കുന്നു. ഈ സമയം കൊണ്ട് ഒരു മോരും കൂടി കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ മോര് കാച്ചൽ പരിപാടി ഞാൻ കോട്ടയത്ത് വന്നതിന് ശേഷമാണ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ശരത്തേട്ടനൊക്കെ ഇതില്ലാണ്ട് പറ്റില്ല. പിക്കൂനും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഞാൻ കടുകൊന്നും പൊട്ടിക്കാറില്ല, ഉലുവയാണ് പൊട്ടിക്കുന്നത്. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലും നല്ലപോലെ വെളുത്തുള്ളിയും ഞാൻ കുറച്ച് ചെറിയുള്ളിയും കൂടിയും ചേർക്കും കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചേർക്കാറുണ്ട്. ഇത് എല്ലായിടത്തും ഇങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതൊന്ന് വഴന്ന് വരുമ്പോൾ, ഒരുപാട് മൂക്കൊന്നും വേണ്ട, ഒന്ന് വാടി വരുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർക്കും. അതിൻ്റെ പിന്നാലെ തന്നെ തൈര് അടിച്ച് അതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി മോര് കാച്ചിയത് റെഡിയാണ് കേട്ടോ. ഉപ്പൊക്കെ ചേർക്കുക. പിന്നെ അത് തിളപ്പിക്കരുത്, അപ്പോൾ അത് പിരിഞ്ഞ് പോകും. ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ മോര് കാച്ചലിൻ്റെ പരിപാടി. മോര് കാച്ചുന്ന സമയത്ത് ഇപ്പുറത്തൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പുകഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചിമ്മിനി ഓൺ ചെയ്ത് ആ പുകയൊക്കെ അങ്ങ് കയറി പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ഇറച്ചി ബാക്കി കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ജനാലി കൂടി തുറന്നിട്ടു കേട്ടോ, പുക അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വെച്ചിട്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ നല്ലപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മേലെന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നതാണ്. അതിൻ്റെ പിന്നാലെ 2 കൈപ്പിടി തേങ്ങാക്കൊത്ത് ഇവിടെ ഭയങ്കര മസ്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇറച്ചിയുടെ കൂടെ. അതിട്ട് ഒന്ന് വഴറ്റുക. ഒരുപാട് കരിക്കൊന്നും ഇല്ല കേട്ടോ. ഒന്ന് കളർ ചേഞ്ച് ആവാൻ പോലും ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. അപ്പോഴത്തേക്കും സവാള ഒരു 2 എണ്ണം കേട്ടോ. ഒരുപാട് സവാള ചേർത്താൽ മധുരിക്കും. ചെറുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. നന്നാക്കാൻ കഴിയാത്ത കാരണം കൊണ്ടാണ് സവാള ചേർത്തത്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നു. ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പ്രഷർ കുക്ക് ചെയ്യണേലും നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2 തക്കാളി, പഴുത്ത തക്കാളിയാണ്, പുളിയുള്ളതല്ല, അതും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചു. ഇനി തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അപ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചി ഇവിടെ വെവായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് വേവായിരുന്നു കേട്ടോ. 6-7 വിസിൽ മാത്രമേ ഞാൻ അടിച്ചിട്ടുള്ളൂ. നല്ലപോലെ വെന്ത് വന്നു. ഒരുപാട് മൂക്കാത്ത ഇറച്ചിയായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് വെന്ത് കിട്ടിയത് കേട്ടോ. അപ്പോൾ തക്കാളി വേവുന്ന നേരം കൊണ്ട് ഞാൻ ഈ ഇറച്ചി കഴുകിയ വെള്ളം, ചോര വെള്ളം കേട്ടോ, ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഉറുമ്പൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നല്ലോണം വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യണം. അത് നമ്മുടെ ചെടികളിൽ പൂക്കൾ ഉണ്ടാവില്ലേ, റെഡ് കളറിലും പിങ്ക് കളറിലൊക്കെ നല്ല
ഡാർക്ക് ഷെയ്ഡ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആ പൂവിൻ്റെ കളറൊക്കെ കണ്ടോ? അപ്പോൾ അതുപോലെ ചെമ്പരത്തി, ചെത്തി, പിന്നെ ഇതുപോലത്തെ സീനിയ, റോസ്, ഇതിനൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഒഴിച്ചു കൊടുക്കാറുള്ളത്. പിന്നെ കടലാസ് പൂവില്ലേ, അതിനും ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇലച്ചെടികളിൽ ഇതിൻ്റെ ആവശ്യമില്ല, എക്സെപ്റ്റ് കറിവേപ്പിലയ്ക്ക് ഒഴിക്കുന്നത്, മുളകിനൊക്കെ ഒഴിക്കുന്നത് നല്ലതാണ്, നല്ലപോലെ തഴച്ച് വളരും. പക്ഷെ അല്ലാത്ത ഇലച്ചെടികൾക്കൊന്നും ആവശ്യമില്ല കേട്ടോ. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഒരു കണ്ടംപൂച്ച കിടക്കുന്നു. ഇവനാണ് നമ്മുടെ മണ്ണിലും, അതായത് മണ്ണൊക്കെ ഞാൻ അവിടെ കൊണ്ടുവയ്ക്കില്ല, അതിനകത്തൊക്കെ അപ്പിട്ട് വയ്ക്കും ഇവൻ. പക്ഷെ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു, നല്ല ഗുണ്ടപ്പനായിരുന്നു. പക്ഷേ ഇത്തിരി ഇറച്ചിയുടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്താണ്. അവൻ അത് അവിടെ ഇരുന്ന് നക്കി കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബാക്കി ഒഴിച്ച് ഞാൻ വേഗം താഴത്തേക്ക് വന്നു തക്കാളി എന്തായെന്നറിയാൻ. തക്കാളി അപ്പോഴത്തേക്കും വെന്ത് കറക്റ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ കുരുമുളക് പൊടിയൊന്നും ഞാൻ ചേർത്തില്ല, കാരണം അത്യാവശ്യത്തിന് എരിവ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ നമ്മുടെ ഇറച്ചി ഇതിലേക്ക് തട്ടി മിക്സ് ചെയ്തതിന് ശേഷം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. മല്ലിയില താല്പര്യമുള്ളവർക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും കറി കഴിക്കുന്നതിനേക്കഴിഞ്ഞും ഇഷ്ടം ഇത് വരട്ടിയെടുത്ത് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കണം അടുത്ത ദിവസത്തേക്കിട്ട്, എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിന് മാത്രമൊന്നും നമ്മൾ കഴിക്കില്ല. അപ്പോൾ ആവശ്യത്തിന് ഞാൻ മാറ്റി വെച്ച് ബാക്കി പാത്രത്തിലുള്ളത് ചാറൊക്കെ വറ്റി ഒന്ന് വരട്ടിയെടുക്കാൻ പാകത്തിന് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയം എടുക്കും. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇങ്ങനെ റോസ്റ്റായി കിട്ടും കേട്ടോ. ഞാൻ സ്ലോ ഓയിലാണ് ചെയ്തത്. ഇപ്പോൾ കറിയുടെ രൂപം, അതായത് ഒന്ന് വരണ്ട രൂപം ഇതാണ് ഞാൻ മാറ്റി വയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ പിന്നെ അപ്പോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇത് എടുക്കും, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ടാണ് അത് എടുക്കുന്നത് കേട്ടോ. ഇത് ശരത്തേട്ടനോട് ഒന്ന് നോക്കണേ, ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ താനുക്കുട്ടീനെ വിളിച്ച് മേലേക്ക് പോയതാണ് നമ്മുടെ കണ്ടംപൂച്ചേനെ കാണിച്ചു കൊടുക്കാൻ. അവന് വിശക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. പക്ഷെ അതൊന്നും അവന് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഇറച്ചിയും കൂട്ടി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ താഴത്തേക്ക് ഓടി വന്നത് ഇറച്ചി എന്തായിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ശരത്തേട്ടൻ അത്ര വിശ്വാസം പോരാ, ചിലപ്പോൾ മറന്നു പോകും നോക്കാനൊക്കെ. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാകം. പിന്നെ ഇത് റോസ്റ്റ് ചെയ്യും തോറും ഇങ്ങനെ കറുത്ത് വരും. നല്ല ടേസ്റ്റായിരുന്നു. കുറച്ചും കൂടി അധികം കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോര് കാച്ചിയതും ഇറച്ചിയുടെ ഈ ഒരു റോസ്റ്റും ഒക്കെ ആയിട്ടായിരുന്നു ഇന്നത്തെ ഊണ്. തൻകുട്ടി ഈ കണ്ട നേരമായിട്ട് മേലെ നിന്ന് ഇറങ്ങി വരേണ്ടായപ്പോൾ ഞാൻ വീണ്ടും പോയി നോക്കിയപ്പോൾ അവൻ കഴിക്കുന്നൊന്നുമില്ല. അവൻ അവിടെ ഒരു അണ്ണാനെ കണ്ടിട്ട് അതിനെ പിടിക്കാനായിട്ടാണ് തോന്നുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൻ ബിസ്ക്കറ്റ് ഒന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു തനിക്കുട്ടിയിട്ട് നമുക്ക് ചോറ് കൊണ്ടു കൊടുക്കാമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.